ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിത്തീയലാണ്. അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഈ ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ നമ്മളിവിടെ കുറച്ച് ഉള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, 2 വേപ്പില, അതൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പുളി, പിന്നെ നാളികേരം നമുക്ക് കുറച്ച് വറുത്തെടുക്കണം. അതിൽ 2 ഉള്ളി, വേപ്പില. ഇനി നമുക്കത് ഗ്യാസ് കത്തിച്ച് നാളികേരം വറുത്തെടുക്കാം. ചീഞ്ചട്ടി ചൂടായി. അപ്പം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നാളികേരം, നാളികേരം ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് 2 ഉള്ളി, 2 കറിവേപ്പിലയും കൂടെ ഇടാം. നാളികേരം വറവായി. ഇനി അതിലേക്ക് ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ടാണ് നാളികേരം നമ്മളിവിടെ വറക്കുന്നത്. നാളികേരം വറുത്ത് കഴിഞ്ഞു. സ്റ്റവ് ഓഫാക്കാം. ചട്ടി ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്രയും ഉള്ളി വാട്ടിയെടുക്കാനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ചമുളക്, 2 വേപ്പിലയും കൂടി നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് പതുക്കെ വാടി. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 തരി മഞ്ഞൾപ്പൊടി ഇടുക. വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിടാം. നമ്മളിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, പുളി ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഒന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. ഇപ്പം ഉള്ളി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് ഒഴിക്കാം. ഈ അരപ്പ് ഒന്ന് തിളക്കട്ടെ. ഈ അരപ്പ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി കറി താളിക്കാം. അപ്പം നമ്മളുടെ കറി തിളച്ച് അത് ശരിയായി. ഇനി നമുക്ക് അതിലേക്ക് താളിക്കാം. നമുക്ക് കടുക് താളിക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കടുക് ഇടാം. നമ്മളിത് താളിക്കാൻ പോണേ. ഉള്ളിത്തീയൽ റെഡി. അപ്പൊ നമ്മള് ഉള്ളിത്തീയൽ ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. അത് ഇഷ്ടമായി അതിന്റെ അഭിപ്രായങ്ങൾ പറയാ. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.